ജില്ലയിൽ തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ജനുവരി 1 മുതൽ ജൂലൈ 25 വരെ ഈ വർഷം ജില്ലയിൽ 3431 പേർക്ക് നായ്ക്കളുടെ കടിയേറ്റു. നായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇവയുടെ വംശവർധന തടയുന്നതിനാവശ്യമായ പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി കഴിഞ്ഞു. ഈ മാസം 370 പേർക്കും ഈ ആഴ്ചയിൽ 58 പേർക്കും കടിയേറ്റു. എന്നാൽ നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. നായ്ക്കൾ പെരുകുന്നത് തടയുവാനുള്ള ABC പ്രോഗ്രാം പോലും ഇപ്പോൾ കാര്യക്ഷമമായി നടക്കുന്നില്ല. പാതയോരങ്ങളിലും മറ്റും കൂട്ടത്തോടെയാണ് നായ്ക്കൾ തമ്പടിക്കുന്നത്. പുലർച്ചെയാണ് നായ്ക്കൾ പലയിടത്തും കൂട്ടമായി എത്തുന്നത്. പ്രഭാത നടത്തത്തിനിറങ്ങുന്നവർക്കും പുലർച്ചെ ജോലിക്ക് പോകുന്നവർക്കുമെല്ലാം ഇവ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസോടെ വീടുകളിൽ വളർത്തുന്നതും ഉടമസ്ഥരില്ലാത്ത തെരുവുകളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതും ഉൾപ്പെടെയുള്ളവ ആക്രമണങ്ങൾ അടിക്കടി ഉണ്ടാക്കുന്നത് വലിയ ഭീഷണിയാണ്. പല സ്ഥലത്തും ആശുപത്രി പരിസരങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അടഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നായ്ക്കൾ കൂട്ടത്തോടെയാണ് തമ്പടിക്കുന്നത്. നായ്ക്കളുടെ വന്ധ്യംകരണം നടത്തുവാനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങൾ, വെറ്റിനറി ആശുപത്രികൾ തുടങ്ങിയവയ്ക്കാണ്. ഇതിനായുള്ള ABC പദ്ധതി ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കിയിരുന്നു. എന്നാൽ ജില്ലയിലെ മിക്കവാറും തദ്ദേശ സ്ഥാപന അധികൃതർ ഇതിൽ നിന്ന് മുഖം തിരിക്കുന്ന അവസ്ഥയാണ്. വന്ധ്യംകരണം, സുരക്ഷിത സ്ഥലത്ത് പാർപ്പിക്കൽ, തുടർ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ട് വിനിയോഗിക്കുവാൻ സർക്കാരിൽ നിന്ന് അനുമതിയുമുണ്ട്. നായ്ക്കളെ പിടികൂടി വന്ധ്യംകരണം നടത്താൻ ജില്ലയിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആളുകൾക്ക് പരിശീലനവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അധികൃതർ പിന്നോട്ട് പോവുകയാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ വീടുകളിൽ വളർത്തുന്നതിനായി ലൈസൻസ് എടുത്തിട്ടുള്ള നായ്ക്കളെയും വീടിന് പുറത്തേക്ക് അഴിച്ചുവിടുന്നതായി വ്യാപക പരാതികളാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും ഇപ്പോഴും ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.